തൃശൂരിൽ ചേർന്ന ബി.ജെ.പി. നേതൃയോഗത്തിൽ ക്ഷണിച്ചില്ല എന്ന വാർത്ത നിഷേധിക്കാതെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയേണ്ടവർ പറഞ്ഞല്ലോ എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. മൂന്നാം ശക്തി ആരെന്ന് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായി എന്നായിരുന്നു നിലമ്പൂരിലെ തോൽവിയിൽ കെ സുരേന്ദ്രന്റെ മറുപടി. ബൈ ഇലക്ഷനിൽ എപ്പോഴും ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയൊരു പ്രതീക്ഷ ഇല്ലല്ലോ. അത് ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചതാണ്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടോ എന്ന് വരെ ആലോചിച്ചതാണ്. കാരണം ഇങ്ങനെ നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് 2 ചർച്ചകൾ വന്നതാണ്. അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഈ പുതിയ അധ്യക്ഷൻ വന്നതിന് പിന്നാലെ ചില വിഷയങ്ങളിലൊക്കെ ഭിന്നതയുണ്ട് ബി.ജെ.പിയിൽ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. അതിപ്പോഴും അത് പുകയുകയാണോ അലക്സ്? ഉന്മേഷ്, ആ വാർത്ത ഈ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രസക്തി. കാരണം തൃശ്ശൂരിൽ ചേർന്ന ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം, അതിനുശേഷം ചേർന്ന കോർ യോഗം, അതായത് മുതിർന്ന നേതാക്കളുടെ യോഗം, ഈ യോഗത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നിവരെ ക്ഷണിച്ചില്ല, അവരെ ഒഴിവാക്കി എന്നുള്ളതായിരുന്നു വാർത്ത. ആ വാർത്ത വലിയ രീതിയിൽ ബി.ജെ.പിക്കുള്ളിൽ കത്തിപ്പടർന്നു. അവരുടെ ഭിന്നത, ബി.ജെ.പിക്കുള്ളിലെ വിഭാഗീയത ഒരിടവേളയ്ക്ക് ശേഷം മറനീക്കി പുറത്തു വന്ന സാഹചര്യം അത് പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണമായി വിലയിരുത്തി. തൊട്ട് പിന്നാലെയാണ് ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ഈ കോറിൽ ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ദേശീയ നേതൃത്വം പറയുന്നത് ഒറ്റക്കെട്ടായി നിൽക്കണം, വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് BL സന്തോഷ് സംസ്ഥാന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് കെ സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കോറിലെ വിവരങ്ങൾ, കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചതുപോലും കെ സുരേന്ദ്രനാണ്. അത് അത്തരത്തിലൊരു ഭിന്നത ഇല്ല എന്ന് പുറത്തൊരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായാണ്. പക്ഷേ കെ സുരേന്ദ്രനോ വി മുരളീധരനോ ഈ വാർത്ത ഇതുവരെ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണം, താൻ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയില്ല, അത് സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞാണ് തൻ്റെ ശീലം എന്നുള്ളതാണ് വി മുരളീധരൻ്റെ പ്രധാനപ്പെട്ട മറുപടിയായി വന്നത്. വി മുരളീധരൻ സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നാൽ അത് അടിസ്ഥാനരഹിതമാണെങ്കിൽ അങ്ങനെ തന്നെ പറയുന്ന നേതാവാണ്. മാത്രമല്ല കെ സുരേന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. ആ യോഗത്തിൽ ക്ഷണിച്ചില്ല എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. അത് പറയേണ്ടവർ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന മറുപടിയാണ് കെ സുരേന്ദ്രൻ നൽകിയത്. അതായത് എത്രയൊക്കെ ഐക്യ സന്ദേശം ഉയർത്തിയിട്ട് പോലും നേതാക്കൾക്കുള്ള ഈ ഭിന്നത അല്ലെങ്കിൽ അവർക്കുള്ള ഈ എതിർപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അടിസ്ഥാന ആശയത്തിൽ നിന്ന്, ബി.ജെ.പിയുടെ അടിസ്ഥാന ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ക്രൈസ്തവ നേതാക്കളെയോ അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയോ നിലമ്പൂരിൽ ഇറക്കിയത് തിരിച്ചടിയായി തുടങ്ങിയ വിമർശനം അത് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. ഇന്ന് കെ സുരേന്ദ്രനോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടും ചോദിച്ചിരുന്നു, അടിസ്ഥാന ആശയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പാർട്ടിക്കെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്ത്രങ്ങൾ പല തരത്തിൽ ബി.ജെ.പി കൈക്കൊള്ളുമായിരിക്കും, പക്ഷേ അടിസ്ഥാന ആശയം, ഹിന്ദുത്വ എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്ന് പാർട്ടിക്ക് പിന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് കൂടി കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. അതായത് നേതാക്കൾ തങ്ങൾക്കുണ്ടായ അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗം ഉയർത്തിയ ഭിന്നത ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കെ സുരേന്ദ്രൻ്റെ വി മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.